വെറുതെ സ്ക്രോൾ ചെയ്തിരുന്നപ്പം കണ്ട വീഡിയോ ആണ് കേട്ടോ ഇത്. നമ്മൾ തമ്മിൽ അതിലൊരു സാധനം കണ്ടായിരുന്നേ. എനിക്ക് പറയാനുള്ളത് സന്തോഷ് പണ്ഡിറ്റ് എന്ന് പറയുന്ന മഹാ സ്റ്റീഫൻ സ്പിൽബർഗ്, മാർട്ടിൻ സ്കോർസെസി കഴിഞ്ഞാൽ ആര് എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരവായ സന്തോഷ് പണ്ഡിറ്റിന്റെ അടുത്താണ്. അന്ന് പണ്ടൊരു പടം ഇറക്കിയിട്ടുണ്ട്, മറ്റേത് കൃഷ്ണൻ രാധ എന്ന് പറഞ്ഞിട്ട്. അത് തിയേറ്ററിൽ പോയി കണ്ട ഒരുത്തനാണ് ഞാൻ. അതെങ്ങനെയാണ് പോയി കണ്ടതെന്നറിയോ? നമ്മുടെ കോളേജിലുള്ള എല്ലാ പിള്ളേരും കൂടെ ഒരു ടിക്കറ്റൊക്കെ എടുത്ത് കാനൂസിലായിരുന്നു, എറണാകുളം. അവിടെ പോയി നിന്റെ ആ സിനിമയുടെ തുടക്കം തൊട്ട് അവസാനം വരെ തള്ളക്കി വിളിയായിരുന്നു കേട്ടാ, നിന്നെയും നിന്റെ ആ പടത്തിനെയും. അതായിരുന്നു നമ്മളുടെ തിയേറ്റർ എക്സ്പീരിയൻസ് അന്ന്. നമ്മൾ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തത് അതുകൊണ്ടാണ്. അല്ല നിന്റെ മഹത്തായ കോപ്പ് കാണാനല്ല പോയത്, നിന്നെ പൂര തെറി വിളിക്കാനാണ് അന്ന് ചെറുക്കന്മാരെ അന്ന് തിയേറ്ററിൽ കയറുന്നത് കേട്ടാ. നീ വലിയ കൊണയാണെന്ന് പറഞ്ഞ് വരല്ലേ. അപ്പം തേർഡ് റേറ്റ് ചാനലാണെന്ന് നമ്മൾ യൂട്യൂബേഴ്സ്. ഇവൻ പറഞ്ഞതൊക്കെ കേട്ടില്ലേ? കേൾക്കുമ്പോൾ തന്നെ ഒരുമാതിരി ആവുന്നില്ല അവന്റെ എക്സ്പ്രഷൻ ഒക്കെ കാണുമ്പോൾ. ഈ തമ്മിൽ എന്ന പ്രോഗ്രാം, ഇവൻ പറഞ്ഞ ഈ പ്രോഗ്രാം ഞാനും കണ്ടതാണ്. അന്ന് അവിടെ വിളിച്ചു വരുത്തിയതിൽ വിവരവും ബുദ്ധിയും ബോധവും ഉള്ളത് സന്തോഷ് പണ്ഡിറ്റിന് മാത്രമായിരുന്നു. അന്ന് സന്തോഷ് പണ്ഡിറ്റ് ഒരു മൂന്നാംകിട യൂട്യൂബറെ കുറിച്ചായിരുന്നു അന്ന് അവിടെ ഇരുന്ന് പറഞ്ഞത്. അതിന് ഇവൻ എന്തിനാ ഈ ചൊറിയുന്നേ എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. സന്തോഷ് പണ്ഡിറ്റിന് ഒരു എയിം ഉണ്ടായിരുന്നു, ഒരു നെഗറ്റീവ് പബ്ലിസിറ്റിയിലൂടെ ഒന്ന് സൂപ്പർ സ്റ്റാർ ആവണമെന്ന്. അദ്ദേഹം അത് മനോഹരമായിട്ട് ചെയ്തു. അന്ന കാലത്ത് ഒരു ഫിലിം എടുത്ത് തിയേറ്ററിൽ ഇറങ്ങുക എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഈ പറയുന്ന ഇവനെ കൊണ്ടത് സാധിക്കുമോ? അതുകൊണ്ടാണല്ലോ ഇവന്റെ കാശ് മുടക്കി ആ തിയേറ്ററിൽ പോയിരുന്ന അദ്ദേഹത്തെ ചീത്ത വിളിച്ചത്. ഇവന്റെ പോക്കറ്റിലെ കാശ് തന്നെയല്ലേ സന്തോഷ് പണ്ഡിറ്റിന് കിട്ടിയത്. അവിടെ മാസമായത് സന്തോഷ് പണ്ഡിറ്റ് അല്ലേ? അത് അങ്ങേരുടെ കഴിവാണ്. തെറി വിളിക്കാനാണെങ്കിലും നിങ്ങളെപ്പോലുള്ള ആൾക്കാർ അയാൾ തിയേറ്റർ കയറ്റിയില്ലേ. പുള്ളി ഒരു ബിസിനസ് മൈൻഡോട് കൂടി ഈ രംഗത്തേക്ക് വന്ന ആളാണ്. അയാൾക്കൊരു ബിസിനസ് എയിം ഉണ്ട്, അതാണ് അയാൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം ഫസ്റ്റ് ഈ രംഗത്തേക്ക് വന്ന കുറെ ഫിലിമും പാട്ടും ഒക്കെ കണ്ടപ്പോൾ ഞാനടക്കമുള്ള ആൾക്കാർ മോശം പറഞ്ഞതാണ്. എന്നാൽ ഇന്നത് മനസ്സിലാക്കുന്നു. അയാൾക്ക് ബുദ്ധിയുണ്ട്, ബോധമുണ്ട്, വിവരമുണ്ട്. അയാളുടെ ലക്ഷ്യം ബിസിനസ്സാണ്. അത് അയാൾ വൃത്തിയായിട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് കാണണമെങ്കിൽ കാണാം, അല്ലെങ്കിൽ സ്കിപ്പ് അടിച്ച് പോവാം. നിങ്ങളടുത്ത് ആരെങ്കിലും ബുദ്ധിമുട്ടി പറഞ്ഞു അദ്ദേഹത്തിന്റെ സിനിമ തിയേറ്ററിൽ പോയി കണ്ടിരുന്നത് ചീത്ത വിളിക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾ ചീത്ത വിളിക്കുന്നത് പോലെ തന്നെയാണ് നിങ്ങൾ ഓരോരുത്തരും ചെയ്യുന്ന തെറ്റ് കണ്ടിട്ട് അദ്ദേഹവും പറയുന്നത്. രണ്ടുപേരും ഈക്വൽ ആണെന്ന് പറയാൻ പറ്റത്തില്ല. സന്തോഷ് പണ്ഡിറ്റ് ആരെയും അയാളുടെ ഫിലിമിൽ തെറി വിളിക്കോ കളിയാക്കോ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. അയാൾക്ക് ചെയ്യാനുള്ള കാര്യം അയാൾ ഒരു സൈഡിൽ കൂടി ഇരുന്ന് ചെയ്യുന്നുണ്ട്. ആരെയും ഉപദ്രവിക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ പോയി കാണണ്ട. എന്തിന്? നിങ്ങൾ മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെട്ട് ഇതുപോലെ വന്നിരുന്ന് പബ്ലിക്കായിട്ട് വന്ന് തെറി വിളിക്കുന്നത് കൊണ്ടാണ് ഇതുപോലുള്ള ആൾക്കാർ വന്നിട്ട് നിങ്ങളെയും തെറി വിളിക്കുന്നത്. പണ്ട് അദ്ദേഹത്തെ നാട്ടുകാർ മുഴുവൻ തെറി വിളിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് അദ്ദേഹത്തിന് ഒരു ഫാൻസ് അസോസിയേഷൻ തന്നെ ഉണ്ട്. അദ്ദേഹത്തെ ആരാധിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. ഇന്ന് അദ്ദേഹത്തെ ആരാധിക്കുമ്പം ഇന്ന് ഈ വീഡിയോ ഇട്ട് നിങ്ങളെ എല്ലാവരും പഞ്ഞിക്കിടുകയാണ് ചെയ്യുന്നത്. ഒന്ന് മനസ്സിലാക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ കാണാം, വേണ്ടെങ്കിൽ കാണണ്ട. മറ്റുള്ളവരെ പറയുന്നത് ഏറ്റെടുത്ത് എന്തിനാ ഇങ്ങനെ സംസാരിച്ച് വന്ന് സ്വയം നാറുന്നത്? ഗുഡ് ദിവ്യ, ഗുഡ് ജോബ്.